ഹായ്, വെൽക്കം ബാക്ക് ടു എമറോ വിഷ്. നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാൻ അന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫില്ലിങ്സ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനാണ്. നമ്മൾ ഓരോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്, ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ഇതൊരു ഡെസേർട്ട് രൂപത്തിൽ നമുക്ക് ഈ ഒരു കേക്കിനെ കൺവേർട്ട് ചെയ്യാം. ആ ഒരു മെത്തേഡും ഞങ്ങൾ ഇതിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഓറിയോ ബിസ്ക്കറ്റ് ചോക്ലേറ്റിൻ്റെ 4 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡാർക്ക് കോമ്പൗണ്ട്, ഷുഗർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബട്ടർ, പിന്നെ കുറച്ച് പാലും കൂടി. അപ്പോൾ നമുക്ക് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം ക്രീമോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ നമുക്ക് പൊടി കിട്ടി. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ആവശ്യം. 1/2 കപ്പ് പാല് ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാം. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ കറക്റ്റ് കൺസിസ്റ്റൻസിയിലെത്തും. നമ്മൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ പാല്. ഇനി നമുക്ക് ഡാർക്ക് കോമ്പൗണ്ടാണ്. നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ഒരു പാക്കറ്റിലൊരു 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണം നമ്മുടെ ബട്ടർ മിക്സ് ചെയ്തു. റൂം ടെമ്പറേച്ചറിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കണം. അതിന് കൂടെ നമ്മൾ നന്നായിട്ട് തിളക്കുന്നതിന് തൊട്ട് മുമ്പത്തിലുള്ള ഒരു 1/4 കപ്പ് പാല് ഒഴിച്ച് ഒരു 2-3 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയിട്ട് കറക്റ്റ് അതിൻ്റെ കട്ടയൊന്നും വെട്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. പിന്നെ നമ്മുടെ ആദ്യത്തെ ബാറ്ററിലേക്ക് നമ്മൾ ഈ ബാറ്ററും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അത്രയ്ക്കും നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മധുരം കുറവുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. അപ്പം ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് നമ്മൾ പൊടിച്ച പൊടി വേണം നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി പൊടിച്ചെടുത്തു. അതിനുശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഷുഗർ ആഡ് ചെയ്യണത് ഓപ്ഷണലാണ്. പിന്നെ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിന് കുറച്ച് സോൾട്ടി ടേസ്റ്റ്, കുറച്ച് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ആഡ് ചെയ്തത്. താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. കൊക്കോ പൗഡറാണ് ഇഞ്ചി ചേർക്കേണ്ടത്. അത് 3 ടേബിൾ സ്പൂണാണ്. നമ്മളൊരു അരിപ്പയിലിട്ടിട്ട് കറക്റ്റ് ഒന്ന് അരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തരിതരിയായിട്ട് വീഴും. അപ്പോൾ കട്ടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും, അതിന് വേണ്ടിയാണ് അത് ചേർക്കുന്നത്. അതുപോലെ ചോക്കോ ചിപ്സും ഇതും ഓപ്ഷണലാണ്. അതിടുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് അതും കൂടി ഇതിന് മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂണും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറും ഒഴിച്ച് പതഞ്ഞ് വരുന്ന അപ്പം തന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കണം. വെയിറ്റ് ചെയ്ത് വെക്കരുത്. എന്നിട്ട് ബാറ്റർ നന്നായി മിക്സ് ചെയ്യാം. ഇത് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്ന സമയത്ത് വേണം ഈ ബേക്കിംഗ് സോഡ ഒഴിച്ചു കൊടുക്കാൻ. അതിന് മുന്നായിട്ട് എടുത്ത് വെക്കുക, അങ്ങനെ ചെയ്യരുത്. അതിന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്കാണ് ഒഴിച്ചത്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് പീസസ് ആക്കി സെൻറ്ററിൽ മാത്രം ഒന്ന് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതിന് മുകളിലേക്ക് ബാക്കി ബാറ്റർ ഒഴിച്ചു. പിന്നെ ഭയങ്കരമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോക്ലേറ്റ് കോമ്പൗണ്ട് വെച്ചിട്ടില്ല, അത് താഴേക്ക് പോകും. അപ്പോൾ അധികം ടാപ്പ് ചെയ്യാതെ ചെറിയ രീതിയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. നമ്മൾ വെച്ചതിന് ശേഷം വീസലിടാതെയാണ് കുക്കർ അടയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ സിമ്മിലിട്ടിട്ടാണ് 20-25 മിനിറ്റോളം കേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് സൈഡിലൊക്കെ നോക്കിയപ്പോൾ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ആവാണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. പിന്നെ ഉള്ളിൽ ചോക്ലേറ്റ് സിറപ്പ് നമ്മൾ ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട് വെച്ചത് കൊണ്ട് ഉള്ളിൽ ഇത്തിരി ചോക്ലേറ്റിൻ്റെ മെൽറ്റൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഒരു 25 മിനിറ്റ് മാക്സിമം മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വെക്കേണ്ടി വരില്ല. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കായി. അതെടുക്കാൻ ഞാൻ ഒന്ന് വിട്ടുപോയി. അപ്പോൾ അത് കേക്ക് നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ കേക്ക് ടീനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക ചെയ്തത്. അപ്പം നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷിലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അതാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. അത് തികയില്ല, നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ട് വെച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് സിറപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സൊക്കെ വിതറി കൊടുത്താൽ അടിപൊളി കേക്കായി. ഈസിയല്ല നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കേക്ക് ഉണ്ടാക്കി നോക്കണേട്ടോ. എളുപ്പമല്ല, നമുക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കാനും ബിസ്ക്കറ്റ് വെച്ചിട്ട് സൂപ്പറായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു കേക്കാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഡെസേർട്ട് ഫോമിലേക്കൊന്ന് മാറ്റി നോക്കിയാലോ, അതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ കേക്കിനെ ഡെസേർട്ട് ആക്കാൻ ഈസിയാണ് കേട്ടോ. നല്ലൊരു ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കേക്ക് കുറച്ച് പൊടിച്ചിടാം.
അതിനുശേഷം ഷുഗർ സിറപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഷുഗർ സിറപ്പ് ഈ കേക്കിലേക്ക് കുതിർന്ന് കിടക്കുന്ന പോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം ഷുഗർ സിറപ്പ് ആയിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഈ കേക്ക് ഒന്ന് ലൈറ്റായിട്ട് തണുക്കണ വരെ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് അതിന് മുകളിൽ കൂടെ വാനില ഐസ്ക്രീമിൻ്റെ 2-3 സ്കൂപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നിങ്ങൾ മിക്സ് ചെയ്ത് കഴിച്ചൊക്കെ അടിപൊളി ഡെസേർട്ടാണ്. അടിപൊളിയായിട്ടുള്ള ഡെസേർട്ടാണ്, നല്ല ടേസ്റ്റി ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറക്കരുത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.